ഹലോ, മഴയൊക്കെ എങ്ങനെ പോകുന്നു? കോഴിക്കോടൊക്കെ മഴയായിരുന്നു. ഇന്ന് കുറച്ച് തെളിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ? അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടമാട്ടെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അറിയാതെ പോയൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു കുഞ്ഞു മാവുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു ഹൈറ്റിൽ കുറച്ച് മുകളിലോട്ട് ആയിട്ടുള്ളൊരു മാവ്, അത് നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ മഴ പെയ്ത സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള വാഴകളുണ്ടായിരുന്നു. വാഴയെല്ലാം 2-3 പൊരിഞ്ഞ് വീണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോഴാണ് കാണുന്നത് മാവിൻ്റെ മുകളിൽ നിറയെ മാങ്ങയുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഏതായാലും മാങ്ങ അവിടെ കിടക്കുമല്ലേ, നമുക്കത് ഉപ്പിട്ടിട്ട് തിന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും 2 ദിവസം കൂടി മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ വാഴയുടെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ട വാഴയൊക്കെ കുലച്ചിട്ടുണ്ട്, അതിനൊക്കെ കുത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. ഒരുപാട് വാഴ ഉണ്ടായിരുന്നു, എല്ലാം വെയിറ്റ് കാരണം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. പിന്നെ കുഞ്ഞപ്പൻ കണ്ടില്ല, അതേ ഓടുവാണ് അതിലെ. ഇപ്പോൾ ഇവരെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ, ഓടി പെടഞ്ഞ് നടക്കും. ഇവരോട് അകത്ത് കയറാൻ പറഞ്ഞാൽ കയറിയില്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ പുറത്തിറക്കുക. പിന്നെ ഞങ്ങൾ അകത്ത് കയറുമ്പോൾ എല്ലാവരെയും അകത്തേക്കാക്കും. പുറത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്താറില്ല. കാരണം ഇവിടെയൊക്കെ ഭയങ്കര കാട് പോലെയുള്ള സ്ഥലമാണ്, ജീവികളൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മാങ്ങ കിട്ടി. പക്ഷേ ഈ മാങ്ങയ്ക്കുണ്ടല്ലോ ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല, ഒരുമാതിരി ചൊറി പിടിച്ച പോലത്തെ മാങ്ങയായിരുന്നു. കർമൂസ മാങ്ങ കേട്ടോ ഇത്. നമ്മൾ കോഴിക്കോടൊക്കെ കർമൂസ മാങ്ങ എന്നാ പറയുക, നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക എനിക്കറിയില്ല. പിന്നെ സിംബാസ് കണ്ടില്ലേ ഈ കാട്ടുകൂടിയൊക്കെ നടക്കുന്നത്. അപ്പം ഞാനുള്ളതുകൊണ്ടാട്ടോ അവളിങ്ങനെ നടക്കണം, അല്ല ഞാൻ ഇങ്ങോട്ടൊന്നും വിടാറില്ല. പിന്നെ അവിടെ കുറച്ച് പേരൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അത് വലുതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവർ കെട്ടിക്കൊടുത്തു. പിന്നെ കുഞ്ഞപ്പനെയും കൊണ്ട് ഞാൻ അതിലൊക്കെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ ഒരു വാഴയില എടുത്തിട്ട് ഈ മാങ്ങ എല്ലാം കൂടി എടുത്ത് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് മുറിച്ച് ഉപ്പൊക്കെ ഇട്ട് തിന്ന്. അപ്പോൾ ഇതാട്ടെൻ്റെ വീട് ബാക്ക് സൈഡ് കണ്ടില്ലേ. അപ്പോൾ അടുത്ത പ്രാവശ്യം വേറെ നല്ലൊരു വീഡിയോ വരും. ടാറ്റാ.